ഞാനിന്നൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. വാ നമുക്ക് ഉണ്ടാക്കാം. സവാളയും വെളുത്തുള്ളിയും, ഒരു വലിയ സവാള, ഒരു 3-4 ചുള വെളുത്തുള്ളിയും കൂടി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു സ്പൂണ് മുളക് പൊടിയായിട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയില, ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്ന കാണിച്ചില്ലേ, ആ മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ചേർത്ത് അത് ഒന്ന്, മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ വലിയ വളരണ്ട. മല്ലിയില ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ആ മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ മല്ലിയിലയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ടതൊന്ന് അരച്ചെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒരു നുള്ളു ഷുഗറും കൂടി ചേർത്ത് അരയ്ക്കും. അപ്പോൾ എരിവ്, ഉപ്പ്, പുളി, തക്കാളിയുടെ പുളി മതി കേട്ടോ, വേറെ പുളിയൊന്നും വേണ്ട. ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ചമ്മന്തി. ഇത് നമുക്ക് ദോശയുടെ കൂട്ടത്തിലോ, ഗോതമ്പ് ദോശയുടെ കൂട്ടത്തിലോ, ബ്രെഡിൻ്റെ കൂട്ടത്തിലോ, സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കി കഴിക്കാൻ ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈസിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.